പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യുഗതിയാൽ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെയും മാധ്യസ്ഥത്തിൽ ഈ പ്രാർത്ഥന പ്രതീക്ഷിച്ചുകൊണ്ട് ലോകം മുഴുവനും വിവിധ സ്ഥലങ്ങളിൽ ജാഗ്രതയോടെ ഇരിക്കുന്ന ഓരോ മകൻ്റെ മേലും മകളുടെ മേലും കർത്താവേ, നിന്റെ തിരുമുറുവാർന്ന വലതുകരം ആണിപ്പെടുന്ന അത്ഭുതകരം വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് യാത്ര ചെയ്യുന്ന മക്കൾ, കർത്താവ് ഇൻ്റർവ്യൂ ഉള്ള മക്കൾ, കർത്താവ് പരീക്ഷ എഴുതുന്ന മക്കൾ, അനേകം മക്കൾ ആശീർവാദം വാങ്ങിച്ച് പോയിട്ടുണ്ട് പരീക്ഷ എഴുതാൻ വേണ്ടി. അവരെല്ലാം കർത്താവെ ആശീർവദിക്കണം. പരീക്ഷാ സമയങ്ങളിൽ കർത്താവെ അങ്ങ് അവിടെ കൂടെ വസിച്ചുകൊണ്ട് അവർക്ക് ചിലർക്ക് പരീക്ഷ എഴുതുന്നതിന് പ്രയാസമുള്ളവരുണ്ട്, ചിലർക്ക് ഓർമ്മ കിട്ടത്തില്ല, ഓർത്തെടുത്ത് കമ്പ്യൂട്ടറിൽ കറുപ്പിക്കാനോ വെളുപ്പിക്കാനോ പറ്റാത്തവരുണ്ട്, തീരുമാനം എടുക്കാൻ താമസം എടുക്കുന്നവരുണ്ട്. അവരെല്ലാവരെയും ഈശോയുടെ നാമത്തിൽ ഞാൻ ആശീർവദിക്കുന്നു. കുടുംബത്തിലെ പ്രത്യേക അവസ്ഥ കൊണ്ടും പിന്നെ ഹോസ്റ്റലിൽ അവിടെയൊക്കെ നിൽക്കുന്നവർ ഭക്ഷണമില്ലായ്മ കൊണ്ടും നല്ല ഭക്ഷണം കിട്ടാത്തത് കൊണ്ടും അവന് ഉറക്കമില്ലാത്തത് കൊണ്ടും വയറൊക്കെ മോശമായിരുന്നതുകൊണ്ടും പല ആൾക്കാർക്കും പലതരം ശാരീരികമായ പല അവശതകളും ഉള്ളതുകൊണ്ടും പല കാര്യങ്ങളെയും ബാധിക്കുകയും വേദനിക്കുകയും നിരാശപ്പെടുകയും സങ്കടപ്പെടുകയും എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ലാതെ ഒരാശ്വാസമില്ലാതെ പരക്കം പാകുകയും ചെയ്യുന്ന എല്ലാ മക്കളെയും ഞാൻ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധമ്മയുടെ മാധ്യസ്ഥത്തിൽ നിന്നെ യേശുനാമത്തിൽ ആശീർവദിക്കുന്നു. ദൈവവേദലെ നീ അനുഗ്രഹിക്കപ്പെട്ടവളാണ്, നീ അനുഗ്രഹിക്കപ്പെട്ടവനാണ്. നിൻ്റെ വഴികളിൽ നീ ഇന്ന് പോകുന്നിടത്തെല്ലാം കർത്താവ് നിന്നെ അനുഗ്രഹിക്കും. നിൻ്റെ വഴികളിൽ നീ ഇന്ന് സംസാരിക്കുന്നിടത്തെല്ലാം കർത്താവ് നിന്നെ അനുഗ്രഹിക്കും. ദൈവവേദലെ നിൻ്റെ ഓരോ ഉദ്യമങ്ങളും നിൻ്റെ ഓരോ ചിന്തകളും നിൻ്റെ ഓരോ തീരുമാനങ്ങളും അത് അനുകൂലമാണ് നടക്കാനും അനുകൂലമല്ലെങ്കിൽ നിനക്കെതിരാണെങ്കിൽ നടത്താതിരിക്കാനും കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് നിന്നെ ഗൈഡ് ചെയ്യട്ടെ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ദൈവത്തിൻ്റെ ശക്തിയാൽ ഇന്ന് നീ ചെയ്യുന്ന മുഴുവൻ കാര്യങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ കൃപ ചൊരിയട്ടെ. പരിശുദ്ധമ്മ ദൈവമാതാവ് നിനക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമം. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇന്നലെ കണ്ടത് എന്താണെന്നറിയോ? ഈ നിലനിൽപ്പില്ലേ, നിലനിൽപ്പ് ഒരു ചില്ലറ വിഷയമല്ല കേട്ടോ. കണ്ടിന്യൂറ്റി, കവനന്റ് ആൻഡ് കണ്ടിന്യൂറ്റി എന്നുള്ള സബ്ജക്റ്റ് പറയണത്. അതിനോട് ബന്ധപ്പെട്ടൊരു വാക്കാണ് യോഹന്നാൻ 15:16. നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത്. അതാണ് വിഷയം. ഞാൻ ഇപ്പൊ ഉടമ്പടി എടുക്കുന്ന ആൾക്കാർ ഓർത്തേക്കണം, നിങ്ങൾ വന്ന് ഇടിച്ചു തല്ലി കയറി മസിലി പിടിച്ച് ഉടമ്പടി എടുത്തുകൊണ്ട് പോയതല്ല.
ദൈവം നിങ്ങളെ കൊണ്ട് എടുപ്പിച്ചതാണ്. നിങ്ങൾ പോയി ഫലം പുറപ്പെടുവിക്കുന്നതിനും പുറപ്പെടുത്തുന്നത് എന്തിനാണ്? പോയി ഫലം പുറപ്പെടുവിക്കുന്നതിനും നിങ്ങളുടെ ഫലം നിലനിൽക്കുന്നതിന് വേണ്ടി ഞാൻ നിങ്ങളെ നിയോഗിച്ചിരിക്കുന്നു. ഈ എല്ലാ പ്രേക്ഷിത പ്രവർത്തനങ്ങൾക്കും സുവിശേഷ പ്രവർത്തനങ്ങൾക്കും നിങ്ങളെ നിയോഗിച്ചത് ആരാണ്? ഈശോ തന്നെയാണ്. അപ്പം അങ്ങനെ നിയോഗിക്കപ്പെടുമ്പോൾ നിങ്ങൾക്ക് യേശുവാണ് എന്നെ നിയോഗിച്ചത് എന്നുള്ള ബോധം ഉണ്ടാവേണ്ടതാണ്. നമുക്ക് യേശുവാണ് എന്നെ നിയോഗിച്ചത്. ഞങ്ങൾക്കൊക്കെ ഇപ്പോൾ തിരുപ്പട്ടം മേടിക്കുമ്പോഴേ സത്യമായിട്ട് ആ ബോധമുണ്ട്. കർത്താവിൻ്റെ നിയോഗത്തിലാണ് നമ്മൾ ഒരു രൂപത്തിലാണ് ഇൻകാർണേറ്റ് ചെയ്ത് വർക്ക് ചെയ്യുന്നത്. പക്ഷേ എല്ലാ രൂപതയും റിലീജിയസും എല്ലാം ബേസിക്കായിട്ട് ആര് വിളിച്ചതാണ്? ഈശോ വിളിച്ച് നിയോഗിച്ചതാണ്. അതുകൊണ്ടാണ് നമ്മൾ ഓരോ വിഷയങ്ങൾ ഏറ്റെടുക്കുന്നത്. നമ്മുടെ മനസാക്ഷി ഈശോ നമ്മളിൽ വസിച്ചുകൊണ്ട്, നാളെ നമ്മളത് കാണും, ഈശോ വസിച്ചുകൊണ്ട് ഈശോയുടെ പ്രവർത്തി ചെയ്യുന്നതിനെക്കുറിച്ച് നമ്മൾ കാണും. അത് നിങ്ങൾ അതിലേക്ക് വരണമെന്ന് എൻ്റെ അച്ഛൻ്റെ അഭിപ്രായം. ഇപ്പോഴെന്താ വിഷയം എന്ന് പറയുന്നത്? നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വിഷയം നമ്മൾ ചെയ്യുന്ന എല്ലാ സുവിശേഷ പ്രവർത്തനം, അതുപോലെ തന്നെ രോഗി പരിചരണം, അതുപോലെ തന്നെ ദിവ്യകാരുണ്യ പ്രവർത്തനങ്ങൾ എല്ലാം ദൈവം കൽപ്പിച്ചതുപോലെ ചെയ്യണം. പൗലോസ് 10 ദിവസത്തിനെക്കുറിച്ച് നല്ലവണ്ണം പറയുന്നുണ്ട്. പ്രസംഗിക്കുന്നവൻ കർത്താവിൽ നിന്ന് അരുളപ്പാട് ലഭിച്ച പോലെ പ്രസംഗിക്കട്ടെ. 1 Petrus 4:11 പ്രസംഗിക്കുന്നവൻ ദൈവത്തിന്റെ അരുളപ്പാട് നൽകുന്നവനെ പോലെ പ്രസംഗിക്കട്ടെ. ദൈവത്തിന്റെ അരുളപ്പാട് നൽകുന്നവനെ പോലെ പ്രസംഗിക്കട്ടെ. ശുശ്രൂഷിക്കുന്നവൻ ദൈവത്തിൽ നിന്ന് ലഭിച്ച ശക്തി കൊണ്ട്. ഈ പള്ളികളിലൊക്കെ പ്രസംഗത്തിന്റെ പുസ്തകം നോക്കി ചില അച്ഛന്മാർ കഥകൾ പറയത്തില്ലേ? കൃപാസനത്തിന്റെ കേമത്തം പറയുകയല്ല, പക്ഷെ നിങ്ങൾ കേട്ടിട്ടുണ്ട് കൃപാസനത്തിൽ വല്ലപ്പോഴും കഥ പറയുന്നത്. നിങ്ങൾ ഉറങ്ങിയാലും തൂങ്ങിയാലും ഐ വിൽ നോട്ട് സേ എനി സ്റ്റോറി. എന്താ കാര്യം? ഇതാണ് കാരണം. പ്രസംഗിക്കുന്നവൻ എന്ത് ചെയ്യണം? ദൈവത്തിന്റെ അരുളപ്പാട് നൽകുന്നവനെ പോലെ പ്രസംഗിക്കട്ടെ. ശുശ്രൂഷിക്കുന്നവൻ നിങ്ങൾ ആതുര സേവനത്തിന് പോകത്തില്ലേ? കേട്ടോ, ദൈവത്തിൽ നിന്ന് ലഭിച്ച ശക്തി കൊണ്ട് എന്ന പോലെ ശുശ്രൂഷിക്കുന്നവന് ശക്തി വേണം. അല്ല ഉടമ്പടി എടുത്തു പിന്നെ ഓടിക്കെട്ടി നേരെ ആശുപത്രിയിലോട്ട് പോകരുത്. കുറച്ച് കഴിയുമ്പോൾ തളരും, മടുക്കും, മുരണിപ്പ് തോന്നിക്കും. ഞങ്ങളുടെ നാട്ടിലൊക്കെ പറയണം മുരണിപ്പ്. ബോറടിക്കത്തില്ലേ? അതിനാണ് മുരണിപ്പെന്ന് പറഞ്ഞത്. നിങ്ങളുടെ നാട്ടിലൊക്കെ എന്ത് പറയുന്നത് എനിക്ക് അറിയത്തില്ല. ഇങ്ങനെ ബോറടിക്കും നമുക്ക് വർക്ക്. അപ്പം അതിനെന്താ ചെയ്യേണ്ടത്? ദൈവത്തിൽ നിന്ന് ശക്തി ലഭിക്കണം. വെച്ചാൽ ഈ വിഷയം വെച്ചുകൊണ്ട് നമ്മൾ ആതുര സേവനം, ഇപ്പം ഞങ്ങളൊക്കെ ഉള്ള കാര്യം പറയാം. നിങ്ങളുടെ മുമ്പിൽ നിൽക്കുമ്പോഴും സുവിശേഷ വേലയ്ക്ക് പോകുമ്പോഴും ഞാൻ സമരത്തിനൊക്കെ പോകും, ചില അവകാശ പോരാട്ടത്തിനൊക്കെ പോകും. അപ്പോഴൊക്കെ ഇല്ല ഒരു 3-4 ജവന്മാരൊക്കെ ചെല്ലിയിട്ടാണ് പോണത്. പിന്നെ രാത്രിയും പകലും പ്രാർത്ഥിക്കുമ്പോഴൊക്കെ പിറ്റേ ദിവസം നടക്കാനുള്ള എല്ലാ വിഷയവും സമർപ്പിക്കും. അതാണ് അതാണ് ഈ ഒന്നിന് വായിച്ചത്. പ്രസംഗിക്കുന്നവൻ ദൈവത്തിന്റെ അരുളപ്പാട് നൽകുന്നവനെ പോലെ പ്രസംഗിക്കട്ടെ. ശുശ്രൂഷിക്കുന്നവൻ ദൈവത്തിൽ നിന്ന് ലഭിച്ച ശക്തി കൊണ്ട് എന്ന പോലെ ശുശ്രൂഷിക്കട്ടെ. അതാണ്. ഇപ്പൊ നിങ്ങൾ പൊതിച്ചോറ് കൊടുക്കാനൊക്കെ നിങ്ങൾ പോകത്തില്ലേ? രാവിലെ എഴുന്നേറ്റ് നിങ്ങൾ 3 മണിക്കൊക്കെ 4 മണിക്ക് ചോറുണ്ടാക്കി ആശുപത്രി കൊണ്ട് കൊടുത്തിട്ടല്ലേ നിങ്ങൾ ഓഫീസിൽ പോണത്. നിങ്ങൾ ഒത്തിരി പേര് ചെയ്യുന്നുണ്ട്. ഉടുപ്പ് കൊടുക്കുന്നവരുണ്ട്. ശുശ്രൂഷിക്കുന്നവൻ എന്ത് ചെയ്യണം? ഒരു ഉത്തരവാദിത്വം, ഉടമ്പടിയുടെ ഉത്തരവാദിത്വം നിർവഹിക്കുക എന്നുള്ള എല്ലാ ഐഡിയ ചെയ്യരുത്. മറിച്ച് എന്താണ്? ദൈവത്തിൽ നിന്ന് ശക്തി ലഭിച്ചവരെ പോലെ ശുശ്രൂഷിക്കണം. അതിനെന്ത് ചെയ്യണം? നമ്മളിരുന്ന് ആ വിഷയം സമർപ്പിച്ച്, കർത്താവേ എന്നെ ഇതിലേക്ക് കൊണ്ടുവന്നതിനും എന്നെ ഇത് ഏൽപ്പിച്ചതിനും അങ്ങയ്ക്ക് വേണ്ടി ഈ ജോലി ചെയ്യാൻ എനിക്ക് അവസരം തന്നതിനും നന്ദി പറയുന്നു. അമ്മേ, പരിശുദ്ധമ്മേ, ദേവമാതാവേ, എല്ലാ വിശുദ്ധന്മാരെ, മാലാഖമാരെ, എൻ്റെ ശുശ്രൂഷ നിങ്ങളുടെ ശുശ്രൂഷ ചേർത്ത് വെച്ചുകൊണ്ട് ഞാൻ സമർപ്പിക്കുന്നു. എന്നെ ശുശ്രൂഷ ചെയ്യാൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. കർത്താവേ എന്നെ ശക്തീകരിക്കണമേ. അങ്ങനെ പ്രാർത്ഥിക്കണേ. അപ്പോൾ ഇടിവിട്ട് അനുഭവമായിരിക്കും. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത്
സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. എനിക്കറിയില്ല എന്താണെന്ന് എനിക്കറിയില്ല. എനിക്ക് അത്രയേറെ വിഷമത്തോടെയാണ് ഞാൻ വന്നത്. കാരണം എനിക്ക് സ്ഥിരമായിട്ടൊരു ജോലിയില്ല, ഒന്നുമില്ല. എൻ്റെ മോനെ നോക്കി വളർത്തണം. ഞാനും എൻ്റെ ഹസ്ബൻഡുമായി സെപ്പറേറ്റഡാണ്. എൻ്റെ ഹസ്ബൻഡ് എൻ്റെ പേരിൽ കുറേ കേസുകൾ കൊടുക്കുന്നു. എനിക്ക് നാട്ടിൽ വരാൻ ഭയമാണ്. കാരണം എൻ്റെ ഭർത്താവ് എന്നെ കൊല്ലുമെന്നുള്ള പേടി കാരണം എനിക്ക് എൻ്റെ മോനെയും കൂടെ നാട്ടിൽ വരാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. ഞാൻ കേസിന് വരുമ്പോൾ ഞാൻ പേടിച്ചാണ് വരുന്നത്. എൻ്റെ വീട്ടിൽ പോകത്തില്ല, വേറെ ആരുടെയെങ്കിലും വീട്ടിൽ പോയി നിന്നിട്ടാണ് ഞാൻ കോടതിയിൽ പോകുന്നത്. കാരണം എൻ്റെ ഭർത്താവ് എന്നെ കണ്ടു കഴിഞ്ഞാൽ എന്നെ കൊല്ലും. കുറേ പ്രാവശ്യം അങ്ങനെ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ ലാസ്റ്റ് ഞാൻ മാതാവിൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, എൻ്റെ മാതാവേ, എനിക്കറിയില്ല, ഞാൻ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയത്തില്ല. എന്നെ അവിടുന്ന് സംരക്ഷിച്ചോണം. എൻ്റെ ഈ കേസെല്ലാം പിൻവലിച്ച് എനിക്കൊരു സമാധാനമായൊരു ജീവിതം തരണം. അത് മാത്രം. ഞാൻ എൻ്റെ ആദ്യത്തെ ഉടമ്പടി വെച്ചതാണ്. രണ്ടാമതായിട്ട് ഞാൻ എൻ്റെ പാസ്പോർട്ട് എൻ്റെ ഹസ്ബൻഡ് ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുവാണ്. എനിക്കൊരു വിദേശത്ത് പോകാൻ പറ്റുകയില്ല. ഒരു രീതിയിലും എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ. അതിനെ ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചു, എൻ്റെ അമ്മ ആ ഇഷ്യൂ ഒന്ന് മാറ്റി തരണേ, എനിക്ക് എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടണം. മൂന്നാമത് ഞാനൊരു ഭവനത്തിനായിട്ട് ആവശ്യപ്പെട്ടു. എൻ്റെ അമ്മ, ഞാൻ വാടക വീട്ടിലാണ് ഈ കുഞ്ഞിനെ കൊണ്ട് കഴിയുന്നത്. എനിക്ക് യാതൊരു മാർഗമില്ല. കാരണം അവിടെയൊക്കെ ജോലി ചെയ്താൽ വാടക കൊടുക്കാനേ ഉള്ളൂ. എനിക്കൊന്നുമില്ല. എൻ്റെ മോൻ അവിടെ പഠിപ്പിക്കണം, കേസിന് വക്കീലിന് കൊടുക്കണം. എനിക്കറിയില്ല. ഞാനങ്ങനെ ഭവനത്തിനായിട്ട് ഒത്തിരി കരഞ്ഞ് പ്രാർത്ഥിച്ചു. ഞാൻ വചനം എഴുതി പ്രാർത്ഥിച്ചു. 1000 തവണ ഞാൻ എഴുതി പ്രാർത്ഥിച്ചു. മുട്ടേതിന്ന് പ്രാർത്ഥിച്ചു. ഞാൻ എന്നും പള്ളിയിൽ, അവിടെ മാതാവിൻ്റെ പള്ളിയുണ്ട്. ശനിയാഴ്ച തോറും കാൻമാർക്കറ്റ് പള്ളിയിൽ ഞങ്ങൾ പോകും. ഞാനും മോനും കൂടാണ് പോകുന്നത്. പ്രാർത്ഥിക്കും. ഞാൻ പറയും, എൻ്റെ മാതാവ്, എനിക്കൊരു ഭവനം വേണം. കാരണം എൻ്റെ നാട്ടിൽ എനിക്ക് പറ്റത്തില്ല വരാൻ. എൻ്റെ മോനെ എനിക്ക് വളർത്തണം, എനിക്ക് ജീവിക്കണം എന്ന് പറഞ്ഞ് ഞാൻ എന്നും ഇങ്ങനെ കരഞ്ഞ് ഞാൻ കരയുമ്പോൾ എൻ്റെ മോൻ എൻ്റെ കണ്ണുനീര് മാറ്റും. എൻ്റെ മമ്മി കരയണ്ട, നമുക്ക് ഈശോ വീട് തരും, അമ്മ നമുക്ക് വീട് തരും എന്നും പറഞ്ഞ് എൻ്റെ മോനെ ആശ്വസിപ്പിക്കും. ഞാനൊരു വീടിന് അപേക്ഷ കൊടുത്തു. എൻ്റെ കയ്യിൽ ആ വീട് നോക്കാൻ പോകുമ്പോൾ 500 രൂപയും എൻ്റെ അമ്മ മാതാവിൻ്റെ കാശ് രൂപ മാത്രമേ ഉള്ളൂ. എൻ്റെ വേറെ ഒന്നുമില്ല. ഞാൻ പോയി വീട് കണ്ടു, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ അമ്മയോട് പ്രാർത്ഥിക്കുക, എനിക്ക് 1 മുറിയിലൊരു വീട് മതി. പക്ഷെ ഞാൻ പോയി കണ്ടത് എനിക്ക് 3 മുറിയിലൊരു വീട്. എനിക്ക് സ്വപ്നം പോലും കാണാൻ പറ്റാത്തൊരു വീട് ഞാൻ പോയി കണ്ടു, എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷെ എനിക്ക് ജോലി, വരുമാനം ഒന്നും സ്ഥിരമില്ല. ഞാൻ ബാങ്കിൽ, അവർ പറഞ്ഞ് നിങ്ങൾക്ക് തരും, 90% ലോൺ തരും, ബാങ്കിൽ നിങ്ങൾ പേപ്പർ കൊടുക്കാൻ പറഞ്ഞു. ഞാൻ പേപ്പർ കൊടുത്തു. ബാങ്ക് മാനേജർ എന്നെ വിളിച്ചിട്ട് നിങ്ങളുടെ ജോലിയെക്കുറിച്ച് പറയാം. ഞാനൊരു നേഴ്സാണ്, പക്ഷേ ഞാൻ ജോലിക്ക് പോയി കഴിഞ്ഞാൽ എനിക്ക് എക്സ്പീരിയൻസ് കൂടുതലാണെന്ന് എന്നെ റിജക്റ്റ് ചെയ്യുവാണ്. എനിക്ക് സ്ഥിരമായിട്ടൊരു ജോലിയില്ല. അപ്പം ഞാൻ ഹോം കെയർ പോലെ ഡെയിലി വേജസിന് ഞാൻ ജോലി ചെയ്യുന്നു. ബാങ്കിൽ ചെന്നു, ഞാൻ പറഞ്ഞു ഞാൻ ഇങ്ങനെയാണ് ജോലി ചെയ്യുന്നത്. അപ്പം എന്നോട് പറഞ്ഞു, നിങ്ങൾക്ക് തരാൻ യാതൊരു സാധ്യതയുമില്ല. കാരണം നിങ്ങൾ എങ്ങനെ തിരിച്ചടയ്ക്കും? കാരണം മാസം 30,000 രൂപ അടയ്ക്കണം. നിങ്ങൾ എങ്ങനെ അടയ്ക്കും? അപ്പം ഞാൻ ഓക്കെ, താങ്ക് യു സാർ എന്ന് പറഞ്ഞു. ഞാൻ തിരിച്ചു പോകുന്ന വഴിക്ക്, മാതാവേ, ഞാൻ ഒത്തിരി ആഗ്രഹിച്ചൊരു വീടാണ്, നിൻ്റെ രൂപം കൊണ്ട് ഞാൻ കയറിയ ആദ്യത്തെ വീടാണ്, പക്ഷേ എനിക്ക് ആ വീട് വേണമല്ലോ. അന്നോട്ട് കരഞ്ഞു. കറക്റ്റ് 7 ദിവസം കഴിഞ്ഞപ്പോൾ ഒരു തിങ്കളാഴ്ച 9 മണിയായപ്പോൾ എന്നെ വിളിച്ചു ബാങ്കിൽ നിന്ന്, മാഡം ഫ്രീ ആണെങ്കിൽ ബാങ്കിൽ വരാമോ? ഞാൻ പറഞ്ഞു വരാം. ഞാൻ ചെന്നു. ഞാൻ മാതാവിൻ്റെ കാശ് രൂപ എൻ്റെ വലത്തേ കയ്യിൽ വെച്ചു. ഞാൻ പറഞ്ഞു, അമ്മേ, എന്തെങ്കിലും ഒരു വഴി തരണേ. ഞാൻ ചെന്നു ഇരുന്നു. എന്നോട് പറഞ്ഞത്, മാഡം സൈൻ ചെയ്ത് ലോൺ സാങ്ഷനായി. എനിക്ക് 26 ലക്ഷം രൂപ ലോൺ സാങ്ഷനായി. എനിക്ക് വീട് എൻ്റെ അമ്മ എനിക്ക് തന്നു. ഞാൻ എൻ്റെ വീട് വെഞ്ചരിച്ചപ്പോൾ എൻ്റെ അമ്മയാണ് ഞാൻ അവിടെ വെച്ചിരിക്കുന്നത് ആദ്യമായിട്ട്. എൻ്റെ പള്ളിയിലെ അച്ഛനോട് ഞാൻ പറഞ്ഞു, എൻ്റെ അമ്മയെ വെച്ചിട്ട് ഞാൻ എന്ത് വെക്കുകയുള്ളൂ,
എൻ്റെ മോനും അതുപോലെയാണ്. എൻ്റെ മോന് ആദ്യം വിശ്വാസമൊന്നുമില്ല, കുഞ്ഞു കുട്ടിയാണ്. പക്ഷെ അവന് കാർട്ടൂണും കാര്യങ്ങളും കാണുമ്പോൾ ഞാനിങ്ങനെ ഓരോന്നും പറഞ്ഞു കൊടുക്കും. നമുക്ക് ഈശോ തന്നത് എല്ലാം ഉള്ളൂ, നമുക്കൊന്നുമില്ല മോനെ, നമുക്കൊന്നുമില്ല. പക്ഷെ ഞാൻ അവന് ഉപ്പും തേനും ഒക്കെ കൊടുത്ത് അവന് ഒത്തിരി വിശ്വാസമായി. എക്സാമിന് എന്ന് രാവിലെ 6:45 സ്കൂളിൽ പോകാൻ ഇറങ്ങുമ്പം അമ്മ പ്രാർത്ഥിക്കുക, ഓടി പ്രേയർ റൂമിൽ പോവും, പ്രാർത്ഥിക്കും. എന്നോട് പറയും അമ്മ ഓയിൽ എനിക്ക് തേച്ചതാ. അപ്പം ഞാൻ കുരിശ് വരച്ച് അങ്ങനെയാണ് എൻ്റെ മോൻ പോകുന്നത്. ഒരു ചെറിയ കാശ് രൂപമുണ്ട്, അത് എന്നും അത് സ്കൂളിൽ കൊണ്ടുപോകും, ഒരു ദിവസം പോലും മാറ്റി വെക്കത്തില്ല. അവൻ്റെ ക്രിസ്ത്യൻ സ്കൂളാണ്, പക്ഷേ അതൊന്നും അലൗഡല്ല. എങ്കിലും അവൻ്റെ കയ്യിലൊരു ചെറിയൊരു റോസറി ഉണ്ട്, റോസറി വെക്കും. പോകുന്ന വഴിക്ക് എല്ലാം വിശ്വാസ പ്രമാണം എൻ്റെ മോൻ ചൊല്ലും. ഞാൻ ചിലപ്പോൾ എനിക്ക് സ്പൈന് പ്രോബ്ലം ഉണ്ട്, അപ്പം ഞാൻ പറയും മോനെ വിശ്വാസ പ്രമാണം ചൊല്ല, എനിക്ക് ഓയിലിട്ട് തരാം. ഓടിപ്പോയി എടുത്തുകൊണ്ട് വന്നിട്ട് എനിക്ക് കുരിശ് വരച്ചിട്ട് തന്നിട്ട് അമ്മ കുറഞ്ഞോ? ഇപ്പം ഞാൻ പറയും മോന് കുറവുണ്ട്. അങ്ങനെ എൻ്റെ മോന് നല്ല വിശ്വാസമായി. എൻ്റെ ഹസ്ബൻഡുമായുള്ള പ്രശ്നത്തിൽ ഞാൻ എൻ്റെ കാശുരൂപം വെച്ച് പ്രാർത്ഥിച്ചിട്ട് ഒരു ദിവസം ഞാൻ ഹസ്ബൻഡിനെ വിളിച്ചു. ഒന്നും തന്നില്ല. അത് കഴിഞ്ഞ് എന്നെ ഒരു ദിവസം വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ കേസുകളെല്ലാം പിൻവലിച്ചു, ഒരു കേസ് പോലും ഇല്ല. കുടുംബക്കോടതി നിന്ന് എൻ്റെ കുട്ടിയെ കൊടുക്കണമെന്നൊരു ഓർഡർ വരെ എനിക്ക് വന്നതാണ്. പക്ഷെ എന്നോട് പറഞ്ഞു എനിക്ക് കുഞ്ഞിനെ തിരിച്ച് വേണ്ട, നീ കുഞ്ഞിനെ നോക്കിക്കോ, അവന് വേണ്ടി എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്യാം. ഞാൻ പറഞ്ഞു ഒത്തിരി നന്ദി എന്ന് പറഞ്ഞു. പക്ഷെ ഇന്ന് ഞാൻ ഇവിടെ വന്നപ്പോൾ എന്നെ ആ ഹസ്ബൻഡാണ് എന്നെ ഇവിടെ കൊണ്ട് എന്നെ ആക്കിയിട്ട് പ്രാർത്ഥിച്ചിട്ട് പോയത്. എന്നോട് പറഞ്ഞു കഴിഞ്ഞിട്ട് വിളിക്കുക, ഞാൻ തിരിച്ചു കൊണ്ടാക്കണം. ഞങ്ങളിവിടെ ഹോട്ടലിലാണ് ഇപ്പം താമസിക്കുന്നത്. ഞാൻ ഇതിനു വേണ്ടി 3 പ്രാവശ്യം ടിക്കറ്റ് എടുത്തു, പക്ഷെ എനിക്ക് വരാൻ പറ്റുന്നില്ല. വെള്ളപ്പൊക്കം മറ്റു കാരണങ്ങൾ എനിക്ക് വരാതെ ഞാനത് ക്യാൻസൽ ചെയ്തു. ഈ പ്രാവശ്യം എന്തായാലും ഞാൻ വരുമെന്ന് ഉറപ്പിച്ചു. എൻ്റെ അമ്മ മാതാവ് എന്നെ കൊണ്ട് എത്തിച്ചു. പിന്നെ എൻ്റെ ഒരു കൂട്ടുകാരിക്ക് ഏപ്രിൽ 22 കാർ ഓടിക്കുമായിരുന്നു. പെട്ടെന്ന് സ്റ്റിയറിങ്ങിന് കയറി തീ എന്ത് ചെയ്യണമെന്ന് അറിയില്ല. പെട്ടെന്ന് ഡോറ് തുറന്ന് ബെൽറ്റ് വന്ന് ആ സമയം കൊണ്ട് ഫുള്ള് തീ കത്തി. അവൾ പറയുന്ന ചേച്ചി ഞാൻ മരണം മുന്നിൽ കണ്ടു. ഞാൻ ആദ്യം ഓർത്തത് ചേച്ചിയാണ്. ചേച്ചി എപ്പോഴും പറയും പ്രാർത്ഥിക്കണം. പക്ഷെ ഞാൻ അന്നേരം ഓർത്തു എൻ്റെ ചേച്ചി എന്ന് പറഞ്ഞു. ഞാൻ ഒരു കൂട്ടുകാരി വിളിച്ചിങ്ങനെ പറഞ്ഞു അവൾക്കിങ്ങനെ പറ്റി, ഒറ്റയ്ക്കകത്ത് കയറ്റി എന്ന് പറഞ്ഞു. ഞാൻ പെട്ടെന്ന് മോനോട് പറഞ്ഞു കാശ് രൂപ എടുത്തു. ഞാൻ നേരെ പോയി ചെന്നപ്പോൾ ഓറ്റിന്ന് ഇറക്കാറായിരിക്കുന്നു. ഓറ്റിന്ന് എന്ന് കണ്ടപ്പോൾ കഴുത്ത് തൊട്ട് താഴെ വരെയും അവളെ പൊതിഞ്ഞു കൊണ്ടുവന്നിരിക്കുകയാണ്. എനിക്കത് കണ്ട് സഹിക്കാൻ പറ്റുന്നു. ഞാൻ പറഞ്ഞു എൻ്റെ അമ്മ മാതാവേ ഇവക്ക് നടക്കണം, വലത് സൈഡും വലത് കൈയും അവൾക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, ഇവക്ക് നടക്കണം, അവിടെ സ്വന്തം കാര്യം ചെയ്യണം. എൻ്റെ അമ്മ മാതാവ് അത്ഭുതം പ്രവർത്തിച്ചേ പറ്റത്തുള്ളൂ. എൻ്റെ സഞ്ചാരി മാതാവേ നീ വാ എന്നു ഞാൻ പറഞ്ഞ് അവിടെ നെറ്റിയിൽ ഞാനിങ്ങനെ കാശ് രൂപം വെച്ചു, പ്രാർത്ഥിച്ചു. അവൾക്ക് ഭയങ്കര വേദനയാണ്. കാരണം ചൂടെന്ന് പറഞ്ഞാൽ ഭയങ്കര പൊള്ളലാണ്, അവൾക്ക് സഹിക്കാൻ പറ്റത്തില്ല. ഏത് സെഡേഷൻ കൊടുത്താലും അവൾക്ക് ഉറക്കമില്ല. അവൾ 3 മാസം ഉറങ്ങിയില്ല. ഞാനിങ്ങനെ ചെല്ലും, കാരണം എനിക്ക് സ്റ്റെയർ കേസുകളൊന്നും കയറാൻ പറ്റാത്തതുകൊണ്ട് ഞാനിങ്ങനെ ആഴ്ചയിലേ പോകത്തുള്ളൂ. ഞാൻ ചെന്നു പ്രാർത്ഥിച്ചു. ഒരു ദിവസം ഞാൻ ഇതുപോലെ പത്രം എൻ്റെ കിട്ടി. ഞാൻ പത്രം കൊണ്ട് അവിടെ തലയുടെ കീഴിൽ വെച്ചു. പറഞ്ഞിട്ട് നീ പ്രാർത്ഥിക്കുക, നീ ഒരു കത്തോലിക്ക വിശ്വാസിയല്ല, നീ പ്രാർത്ഥിക്കുക, നീ അമ്മയിലേക്ക് തിരിച്ചു വാ എന്ന് പറഞ്ഞ് പ്രാർത്ഥിപ്പിച്ചു. അന്നോട്ട് അവൾ വിശ്വസിച്ചു, പ്രാർത്ഥിച്ചു. ഞാൻ ഇവിടുന്ന് കൊണ്ടുപോയി ഉപ്പ് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് ധാരധാരയായിട്ട് ഒഴിച്ചു. അവൾ പറയുന്നത് ചേച്ചി ഫ്രിഡ്ജിൽ നിന്ന് ഒരു തണുപ്പ് അനുഭവിക്കുന്ന പോലെ എൻ്റെ കൈകളിൽ എനിക്ക് തണുപ്പ് അനുഭവിക്കുന്നു, എനിക്ക് ചേച്ചി ചൂടില്ല, എനിക്ക് ഒത്തിരി ആശ്വാസമുണ്ട്. അങ്ങനെ അവൾക്ക് വളരെ അത്ഭുതകരമായ ഒരു സൗഖ്യം കിട്ടി. ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്, നാളെ അവൾ വന്ന് സാക്ഷി പറയും. പിന്നെ എൻ്റെ ഒരു കൂട്ടുകാരിയാണ്, സൗദിയിലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. പെട്ടെന്നൊരു ദിവസം വയ്യാതെ വന്നു. ടെസ്റ്റ് ചെയ്തപ്പോൾ ബ്രസ്റ്റ് ക്യാൻസറാണ് വന്നത്. അങ്ങനെ നാട്ടിൽ വന്നു, ട്രീറ്റ്മെൻ്റ് എല്ലാം ചെയ്തു. അത് 2020 അതിനുശേഷം 2022 മസ്കറ്റിലേക്ക് പോയി. അവിടെ ചെന്ന് ജോലി ഒരു 5-6 മന്ത് ചെയ്തതിന് ശേഷം ഒരു ദിവസം പെട്ടെന്ന് വയ്യാതെ വന്നു. ഡോക്ടറെ അവിടെ കാണിച്ചു. പുള്ളിക്കാരി ഓൺകോളജി ഡിപ്പാർട്ട്മെൻറ്റിലാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇത് ക്യാൻസറാണ്, നാട്ടിൽ പോയി ട്രീറ്റ്മെൻറ്റ് ചെയ്യുക. അപ്പോൾ അന്ന് രാത്രി തന്നെ അവർ പറഞ്ഞു നിങ്ങൾ പൊയ്ക്കോ, ടിക്കറ്റ് എത്ര ദിവസത്തെ ലീവ് എടുത്ത് വേണമെങ്കിലും ചെയ്തോ, ട്രീറ്റ്മെൻറ്റ് ചെയ്തോ. പിറ്റേ ദിവസം ഫ്ലൈറ്റിന് വന്നു. ഇവിടെ റെയ്ന എമിറേറ്റ്സ് സിറ്റിയിൽ കാണിച്ചു.
ഡോക്ടർ സർജറി രാവിലെ കാണിച്ചു. പിറ്റേ ദിവസം രാവിലെ PSC കഴിഞ്ഞു, സർജറി ചെയ്തു. അപ്പം ഞാൻ ലൈറ്റ് കാൻഡിൽ പ്രെയർ ഇട്ടു. എൻ്റെ ദൈവമേ, ഇനിയും തിരിച്ച് ഈ രോഗം അവൾക്ക് കൊടുക്കരുത്. കാരണം 2 കുട്ടികളുണ്ട്, ഒത്തിരി കടങ്ങളും ഒത്തിരി പ്രയാസങ്ങളുമാണ്. സ്വന്തമായിട്ടൊരു ഭവനമില്ല. പക്ഷെ സൗദിയിൽ ഒത്തിരി ജോലി പൈസയൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ അത് അവർ അതിനായി വിനിയോഗിച്ചില്ല. അപ്പോൾ ഇവിടെ നിന്ന് പോകുമ്പോൾ 8 ലക്ഷം രൂപ കടം മേടിച്ചാണ് അവൾ മസ്കറ്റിന് പോകുന്നത്. ഞാൻ പറഞ്ഞു, എൻ്റെ അമ്മേ, ഇങ്ങനെ ഒരു അസുഖം ഇനി അവൾക്ക് കൊടുക്കരുത്. ഞാൻ വന്ന് അവിടെ സാക്ഷി പറയാം, അവൾക്ക് വേണ്ടി ഞാൻ സാക്ഷി പറയാം. അവൾ വരുമ്പോൾ ഞാൻ അവളെ കൊണ്ടുവന്ന് സാക്ഷി പറയാം. ഞാൻ ലൈറ്റ് ക്യാൻഡിൽ പ്രെയർ ഇട്ടു. ബയോപ്സിയുടെ റിപ്പോർട്ട് വന്നപ്പം അങ്ങനെ ഡോക്ടർ പറഞ്ഞത് ഒരു ഗ്രോത്തും ഇല്ല, അത് നോർമലായിട്ടൊരു മുഴയാണ്, ഒരു പ്രശ്നവുമില്ല. അവൾ മസ്കറ്റിൽ തിരിച്ചു പോയി. മാർച്ചിൽ വരുമ്പം ഇനിയും ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് ധ്യാനം കൂടാമെന്ന് എനിക്ക് പ്രോമിസ് ചെയ്തിട്ടുണ്ട്. ദിവസവും അവൾ മാർത്തോമയാണ്, അപ്പോൾ അവൾക്ക് കൊന്ത ചൊല്ലാനോ പ്രാർത്ഥനയോ ഒന്നും അറിയത്തില്ല. എൻ്റെ പേര് ജൂലി ഫ്രാൻസിസ്. ഞാൻ ചങ്ങനാശ്ശേരിയിൽ നിന്നും വരുന്നു. എൻ്റെ മകന് ഉണ്ടായ ഒരു രോഗസൗഖ്യത്തെക്കുറിച്ച് പറയാനാണ്, സാക്ഷ്യപ്പെടുത്താനാണ് ഞാനിവിടെ നിൽക്കുന്നത്. 2022 ഒക്ടോബർ 24 തീയതിയാണ് ഞാൻ ഉടമ്പടി എടുത്തത്. 2022 ജൂൺ മാസത്തിൽ എൻ്റെ മകന് തുടർച്ചയായി വീഴ്ചയുണ്ടായി. നിന്ന നിൽപ്പൻ പുറകോട്ട് മറിഞ്ഞു വീഴുകയാണ് ഉണ്ടായിരുന്നത്. അതിന് ഞങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുകയും എന്താണെന്ന് ഡോക്ടർമാർക്ക് അത് കണ്ടുപിടിക്കാനൊന്നും പറ്റിയില്ല. പിന്നീട് അവൻ്റെ കാലിന് നടക്കാനോ നിൽക്കാനോ പറ്റാത്ത, ഇരിക്കാനോ പറ്റാത്തൊരവസ്ഥയായി കിടപ്പിലായി. അതിനോടൊപ്പം തന്നെ ഒരാഴ്ചക്കകം യൂറിനും മോഷനും കൺട്രോൾ ഇല്ലാതാവുകയും ചെയ്തു. ഞങ്ങൾ വീണ്ടും ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുകയും ഒരു സർജറി ചെയ്തതിന് ഫലമായി മോഷൻ കറക്റ്റായി. CT സ്കാൻ എടുത്തപ്പോൾ അവൻ്റെ നട്ടലിന് പൊട്ടലുണ്ടാവുകയും ഞരമ്പ് ക്ഷതം സംഭവിക്കുകയും ചെയ്തു. അതിൻ്റെ ഫലമായിട്ടാണ് കാലിനും നടുവിനും വേദന ഉണ്ടായിക്കൊണ്ടിരുന്നത്. അതിന് പിന്നെ ഞങ്ങൾ എറണാകുളത്ത് പോയി സർജറി ചെയ്തു. അതിൻ്റെ ഫലമായി അവന് നടക്കാൻ പറ്റി, പക്ഷേ അവൻ്റെ യൂറിൻ കൺട്രോൾ ആയിട്ടില്ലായിരുന്നു. അങ്ങനെ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. 2 മാസത്തോളം അവൻ കിടപ്പിലായിരുന്നു. ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതിൻ്റെ ഫലം പ്രാർത്ഥിച്ചു. അവിടെ വന്ന് ജോസഫച്ചനെ കണ്ട് നടുവിൽ കൈവച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തു. 2 മാസം അപ്പോൾ 2 മാസം ആകാറായിട്ടുണ്ടായി. ഞാൻ അപ്പോൾ മാതാവിനോട് ഡേറ്റ് വെച്ച് പ്രാർത്ഥിച്ചു. ക്രിസ്തുമസിന് പള്ളിയിൽ പോകുമ്പോൾ ഇവന് ഡയപ്പർ ഉപയോഗിക്കാതെ യൂറിൻ ലീക്കാകാത്ത രീതിയിൽ പോയിട്ട് വരത്തക്ക രീതിയിൽ ഞാൻ പ്രാർത്ഥിച്ചു. അങ്ങനെ ക്രിസ്തുമസിന് പള്ളിയിൽ പോയി തിരിച്ചു വരുമ്പോൾ യാതൊരു കുഴപ്പവുമില്ല, അത്ഭുതകരമായി യൂറിൻ കൺട്രോളായി ആ ദിവസം തന്നെ. അന്ന് ഉടമ്പടി എടുത്തിട്ട് 2 മാസം തികയുന്ന ദിവസമായിരുന്നു. അങ്ങനെ അത് റെഡിയായി. മാതാവിൻ്റെ അനുഗ്രഹത്തിന് 1000 നന്ദി. എങ്കിലും പിന്നീട് അവന് കാലിന് വേദനയും നടുവേദനയും ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ രണ്ടാമത് ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കുകയും വീണ്ടും മാതാവിനോട് പ്രാർത്ഥിക്കുകയും കാര്യങ്ങളെല്ലാം കൃത്യമായി ചെയ്യുകയും ചെയ്തു. ഉടമ്പടി എടുത്ത അന്ന് മുതൽ ഇവന് നടുവിന് ഞാൻ ഉടമ്പടി തൈലം പുരട്ടുകയും ഉപ്പും തേനും എല്ലാം കൊടുക്കുകയും ചെയ്തിരുന്നു. മറ്റ് മരുന്നുകളൊന്നും ഉപയോഗിച്ചിരുന്നില്ല. അതിനുശേഷം കുറച്ച് അസ്വസ്ഥതകളും കൂടെ ഉണ്ടായിരുന്നു, കാലിന് മരവിപ്പ്, വേദന, അതൊക്കെ. ഞാൻ പിന്നെ ഈസ്റ്ററിൻ്റെ സമയമാകുമ്പോഴത്തേക്കും എല്ലാം അസ്വസ്ഥതകളും മാറണമെന്നും നടുവിൻ്റെ പൊട്ടലിൻ്റെ എല്ലാം റെസ്റ്റിൽ എല്ലാം മാറണമെന്നും പ്രാർത്ഥിച്ചു. അങ്ങനെ ഈസ്റ്റർ കഴിഞ്ഞ് ഞങ്ങൾ MRI സ്കാൻ ചെയ്തു, നട്ടലിൻ്റെ MRI സ്കാൻ ചെയ്തു. യാതൊരു കുഴപ്പവുമില്ല, എല്ലാം നോർമലായി ശരിയായി വന്നു. ഒരു 10 ഡോക്ടർമാരെയെങ്കിലും ഞങ്ങൾ കണ്ടിരുന്നു. അപ്പോൾ എല്ലാവരും പിന്നെ കുറേ താമസിക്കും ഇത് ശരിയാകാൻ. ഒരു 6 മാസം, 1 വർഷം, 2 വർഷം കൊണ്ട് ഇത് റെഡിയാകുകയുള്ളൂ എന്ന് പറഞ്ഞു. പക്ഷേ മാതാവിൻ്റെ അനുഗ്രഹത്താൽ ഈ 6 മാസത്തിനകം ഒരുവിധം എല്ലാ കാര്യങ്ങളും റെഡിയായി. മറ്റൊന്ന്, എൻ്റെ അമ്മയ്ക്ക് 2 വർഷമായി തലകറക്കമുണ്ടായിരുന്നു. തുടർച്ചയായിട്ട് തലകറക്കം ഉണ്ടാവും, പ്രായമായ അമ്മയാണ്. അപ്പോൾ ഡോക്ടറെ കാണിക്കും, മരുന്ന് കഴിക്കുമ്പോൾ അത് മാറും, പിന്നെയും വരും. അപ്പം ഞാൻ എൻ്റെ വീട്ടിൽ കൊണ്ടുവന്ന് നിർത്തി അമ്മയ്ക്ക് തൈലം കൊണ്ട്
നെറ്റിയിൽ കുരിശ് വരയ്ക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തതിന് ഫലമായി ഈ തലകറക്കം തീർത്ത് മാറണമെന്ന് മാതാവിനോട് പ്രാർത്ഥിച്ചു. അങ്ങനെ ഇപ്പോൾ ഒരു 2 മാസത്തോളമായി അമ്മയ്ക്ക് തലകറക്കമില്ല. പിന്നെ ഒരു കാര്യമുള്ളത്, എൻ്റെ സഹോദരൻ ഒരു വസ്തു വിൽപ്പനയ്ക്ക് 4 വർഷമായിട്ട് അവർ വിൽക്കാൻ നോക്കുകയായിരുന്നു. അത് നടന്നിരുന്നില്ല. ഒരുപാട് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തിരുന്നു. ഞാൻ ഉടമ്പടി ഒപ്പ് അവർക്ക് കൊടുത്തിട്ട് അവർ പറമ്പിൽ 4 മൂലയ്ക്ക് വിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചതിന് ഫലമായി 1 മാസത്തിനകം അവരുദ്ദേശിച്ചതിലും നല്ല വിലയ്ക്ക് വിൽക്കുവാനും സാധിച്ചു. ഇതുകൂടാതെ വളരെയധികം അനുഗ്രഹങ്ങൾ അമ്മ ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഞാൻ ബന്ധുക്കളായ ആൾക്കാർക്കൊക്കെ ഈ നേർച്ച വസ്തുക്കൾ കൊടുക്കുകയും അവർക്ക് അതിൻ്റെ ഫലം ഉണ്ടാകുകയും ചെയ്തിട്ടുണ്ട്. ഇത്രയും എല്ലാ അനുഗ്രഹങ്ങൾ തന്ന